സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് 5 ദിവസം മാത്രം ശേഷിക്കെ അവസാനവട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് തരംതാണ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. ഇതിനിടെ ബി.ജെ.പിയുടെ തണലിൽ വർഗീയ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്ന് ജാഗ്രത മാഗസിനിലെ ലേഖനത്തിൽ KCBC കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമായി. പിണറായി വിജയനും CPIM-ഉം രാഹുൽ ഗാന്ധിയെ മുഖ്യശത്രുവായി പ്രഖ്യാപിക്കുന്നുവെന്നും 2019-ലും ഇതേ രീതിയിൽ CPIM പെരുമാറിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJP-യെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. പ്രതിപക്ഷ നേതാവ് സമനില തെറ്റി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലെത്തിയെന്ന് പിണറായി വിജയന്റെ മറുപടി. പക്ഷേ അടുത്ത കാലത്തായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ തരംതാണ നിലയിലാണെന്നും തീർത്തും വസ്തുതാവിരുദ്ധമായവയാണെന്നും കേരളത്തിന് ബോധ്യമായി വരികയാണ്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെപ്പോലെ വിദേശത്തു നിന്നിറക്കിയ പാൽപ്പൊടി കുടിച്ച് വളർന്ന നേതാവല്ലെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജന്റെ പരിഹാസം. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു. ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. നല്ല സ്വർണ്ണക്കരണ്ടിയിൽ പാല് കുടിച്ച് വളർന്നതല്ല. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും BJP 3-ാം സ്ഥാനത്ത് പോകുമെന്ന് NCP നേതാവ് PC ചാക്കോ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ BJP പിന്തുണയോടെ ക്രൈസ്തവർക്കെതിരെ കള്ളക്കേസുകളും ആൾക്കൂട്ടാക്രമണങ്ങളും പതിവാണെന്ന് ജാഗ്രത മാഗസിനിലെ ലേഖനത്തിൽ KCBC കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം.